ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു മെഷീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഓരോ തവണയും നമ്മൾ ഓരോ മെഷീൻസുമായിട്ടാണ് നമ്മൾ GTA 5 വരാറുള്ളത്. ഗൈസ്, ഇന്നത്തെ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി മെഷീനാണ്. അതായത് നമ്മൾ കുറച്ച് മിസൈലും ബോംബൊക്കെ വെച്ചുള്ള കളിയാണ് ഇന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ഏരിയ ഉണ്ട്, അവിടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് നശിപ്പിക്കണം. ആ ഒരു ഏരിയ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനുള്ള ഗാർഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും ഗൈസ്, അവന്മാരെയും കൊല്ലണം, അതും പൊട്ടിച്ച് കളയണം. ഗൈസ്, കുറച്ച് അത്യാവശ്യം നല്ലൊരു പണിയുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താലേ ഗൈസ് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഗൈസ്, എന്തായാലും നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്, നമുക്ക് ആ ഏരിയയിലോട്ട് പോവാം. ഏരിയയിലോട്ട് കുറച്ച് നല്ല ദൂരമുണ്ട് ഗൈസ്. അതിന് മുന്നേ നമ്മൾ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ അടിക്കുക. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കൊരു ഇടിക്കണമെങ്കിൽ നല്ല പവറും കാര്യങ്ങളും ഒക്കെ വേണം. ഗൈസ്, എന്തായാലും കൊള്ളാം, നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോകാം. പക്ഷെ നല്ല ദൂരമുണ്ട് ആ ഒരു ഏരിയയിലോട്ട് കേട്ടോ, നല്ലൊരു ദൂരമുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് തിരിക്കട്ടെ, വണ്ടിയൊന്നും തിരിയുന്നില്ല അങ്ങോട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഏതോ ഒരു മലയുടെ മണ്ടയ്ക്കായിരുന്നു. നമ്മൾ എവിടാന്നൊരു പിടിയില്ല. അതായത് നമ്മൾ ഓരോ തവണ ഗെയിം ഓപ്പൺ ആക്കുമ്പോഴും ഓരോ ഏരിയയാണ് നിൽക്കുന്നത്. എവിടാ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഏതോ മാപ്പിൻ്റെ അറ്റത്തെങ്ങാണ്ടാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഇവൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒത്തിരി ദൂരമുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഇവൻ ഛർദ്ദിച്ച് മെഴുകിയിരിക്കുകയായിരുന്നു ഗൈസ്. ഓ, പ്രശ്നമായി കേട്ടോ, പ്രശ്നമായി. അവനിടിക്കാനാ. അത് നമ്മളെ വിടത്തില്ല ഗൈസ്. അവൻ പുറകെ ഓടിയൊക്കെ വരും. കുറച്ച് നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ സെറ്റാണ്. പക്ഷേ ഗൈസ്, നമ്മൾ തന്നെ ക്യാച്ച് മീ എന്നുള്ള കോഡൊക്കെ അടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഓടും. ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഇനിയാണ് ഗൈസ് കളി, ഞാൻ കാണിച്ചു തരാം എന്താ സാധനമെന്ന്. ഇതാണ് അടി ഗൈസ്. ഇതാണ് ആ ഒരു സാധനത്തിൻ്റെ ഗുണം. നമ്മൾ ഹോട്ട് ഹാൻഡ്സ് എന്ന് പറഞ്ഞ സാധനം അടിച്ചു കഴിഞ്ഞുള്ള അടുത്ത് ഏതൊക്കെ വണ്ടിയുണ്ടോ അതെല്ലാം അടിച്ച് വേഗം അങ്ങ് പൊട്ടിത്തെറിക്കും. അതായത് ആ ഒരു വണ്ടിയുടെ അടുത്ത് എൻ്റെ ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഇതും അങ്ങ് പൊട്ടിത്തെറിക്കും ഗൈസ്. പിന്നെ നമ്മൾ ചാവാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. പെയിൻ കില്ലർ എന്ന് പറഞ്ഞൊരു ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ വേഗം ചാവത്തില്ല. അതായത് ഇത്ര മിനിറ്റ് ഉണ്ട് കേട്ടോ, താഴെ കണ്ടോ, ആ ഒരു 3 മിനിറ്റ് 34 സെക്കൻഡ് ആ ഒരു ടൈമിനുള്ളിൽ നമുക്കൊന്നും പറ്റൂല. ആ ഒരു ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ആരൊക്കെ വന്ന് നമ്മളെ വെടി വെച്ചാലും എന്ത് ചെയ്താലും ഗൈസ് നമ്മുടെ ലൈഫ് കുറയത്തില്ല. നമുക്ക് ആ സമയത്ത് ഒന്നും പറ്റില്ല ഗൈസ്. അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഗൈസ്, നമുക്ക് വേറെ നമ്മുടെ റൂട്ടിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് നല്ല ലെങ്ത് ആകും അത്ര വണ്ടി ഓടി വരുമ്പോൾ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു, അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൈസ് നല്ല ലാഗായിരിക്കും. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, ഏതോ ഒരുത്തുന്നുണ്ട്, ഇറങ്ങി ഓടാൻ പോന്നു ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും അവനെ കണ്ടു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങ് വാ ഗൈസ്. അവൻ എന്തോ നമ്മളോട് കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ഇവൻ്റെയൊക്കെ ഇംഗ്ലീഷല്ലേ ഗൈസ്, നമുക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഓക്കെ, ഒരടി കൊടുത്തിട്ടുണ്ട് അവന്. അവൻ മണ്ടനാണോ? അതുവഴി കയറാൻ പറഞ്ഞ ഉടനെ അതുവഴി കയറേണ്ട കാര്യമുണ്ടോ? അവൻ ഇടിക്കത്തില്ലേ ഗൈസ്? എന്തായാലും നമ്മൾ കുറച്ച് സീനാണ് കേട്ടോ, അത്യാവശ്യം നല്ല കലിപ്പിട്ട് തന്നെ നിൽക്കുകയാണ്. നമുക്കപ്പം മെഷീൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ്. ഇവനാണ് നമുക്ക് ഈ ഒരു മെഷീൻസ് തരുന്നത്. ഇവൻ ഇതുപോലൊരു തവണ നമുക്ക് വേറൊരു മെഷീൻ കൊണ്ട് തന്നായിരുന്നു. അയ്യോ, അവിടെ നൂരാൻ പെട്ട പാട് ഗൈസ്. അവിടെ നിറച്ചു ആൾക്കാരായിരുന്നു. അവന്മാരെ എല്ലാം കൊന്ന് തെള്ളിയിട്ടാണ് ഗൈസ് നമ്മൾ ലാസ്റ്റ് അവിടെ നൂരി വന്നത്. ആ പാട് നമുക്കല്ലേ അറിയാവൂ, ഇവൻ എന്തേലും അറിയാവൂ ഗൈസ്. നല്ല പാടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇവൻ്റെയൊക്കെ മോന്ത കണ്ടോ, എവിടൊക്കെ എന്തൊക്കെ കുത്തി വെച്ചേക്കുന്നത് ഇവൻ്റെയൊക്കെ ഒരു മോന്തയിൽ. നോക്കി, നിങ്ങൾ തന്നെ നോക്കി, കണ്ടോ, ചുണ്ടത്ത് മൂക്കിൽ ആ 2 കണ്ണിൻ്റെ 2 സൈഡിലായിട്ട് ഗൈസ്. ഇവനൊക്കെ കാണുമ്പോഴറിയും ഗൈസ്, കഞ്ചാവാണ് ഇവനൊക്കെ. ഓക്കെ, അവനെ വീണ്ടും ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ മെഷീൻ അങ്ങോട്ട് തുടങ്ങാം. ഇനി സ്റ്റോറിയും കാര്യങ്ങളും ഒന്നും നമുക്ക് നോക്കണ്ട. കാരണം ഗൈസ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ ഗൈസ്. നമുക്ക് അപ്പം നേരെ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. ഓ ഗൈസ്, പുള്ളിയോട് എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി നല്ല കലിപ്പായിരുന്നു ഗൈസ്. ഓക്കെ,
വാ 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 ഗൈസ്, സ്റ്റോർ തുടങ്ങാൻ പോവാണ്. അതായത് മിഷൻ തുടങ്ങാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ദേ വണ്ടി കയറാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ദേ നമ്മുടെ വണ്ടിയിലോട്ട് ചെല്ലാൻ പോവാണ് ഗൈസ്. നമ്മൾ വണ്ടി കയറി. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് പണിതെടുക്കണം ഗൈസ്. വണ്ടി ചെറിയൊരു പണിയുണ്ട് കുറച്ചേറെ. ഇതായിരുന്നു വണ്ടിയുടെ ഷേപ്പ്. പക്ഷെ നമ്മൾ നൈസായിട്ടൊന്ന് മാറ്റിയായിരുന്നു. കുറേ ഇടത്ത് ഇടിച്ച് ഗൈസ്. നമ്മൾ വരുന്ന വഴി നല്ല ടാസ്ക്കുള്ള വഴിയായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര ടാസ്ക്കാണ് ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ടാസ്ക്കായിരുന്നു ഗൈസ്. നമുക്ക് ഈ ഒരു വണ്ടി 100 കയറ്റാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം ഗൈസ്. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ടോ? അറിയാ ഗൈസ്, ഏതോ ഇതിൻ്റെയാണ് ഗൈസ്. ഇതിൻ്റെ വണ്ടി മുഴുവനും വേണ്ടാതിന് മാത്രമേ ഉള്ളൂ. തോന്നിവാസം പിടിച്ചൊരുത്തനാണ് കേസ് ഇത്. പക്ഷേ വണ്ടിക്ക് അത്യാവശ്യം നമ്മൾ ഓടി വരുമ്പോൾ തോന്നുന്നു പവർ ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല പവറാണ് കേട്ടോ. പിന്നെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പവർ ഇല്ലയെന്ന്. ഗൈസ് ദേ 100 അടിക്കാറായി. നോക്ക് സ്പീഡോമീറ്റർ നോക്ക് ഗൈസ്. 100 കയറി ഗൈസ്. 100 കയറി. നമ്മൾ ഏകദേശം എത്താറുമായിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഉള്ളൂ ഗൈസ്. ഇതിനു മുന്നേ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഗെയിമിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓ ഗൈസ്, ഇതെന്ത് സംഭവം ഗൈസ്? അതെങ്ങനെ ശരിയാവും? നമ്മൾ അതിന് മുന്നേ അതൊന്ന് അവിടെ കറക്റ്റ് മെഷീനകത്ത് ചെന്നു ഗൈസ്. ഒരു പിടിയില്ല. എല്ലാവരും ഉണ്ട്. ഇവന്മാരെ എല്ലാത്തിൻ്റെ ഒന്നേ കണ്ണു വെട്ടിക്കണം. എന്തായാലും ഗൈസ് മിസൈൽ അടിക്കുമ്പോൾ ഇവന്മാരെല്ലാവരും വരും. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം. അപ്പോൾ മച്ചാന്മാരെ നമുക്കിങ്ങനെ ബോംബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി. നമുക്ക് ഫസ്റ്റ് സ്നൈപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്നൈപ്പർ എടുത്തു, സൂം ചെയ്തു. ഓക്കെ, അവൻ ചത്തു ഗൈസ്. ഇനി നമുക്ക് മിസൈൽ എടുത്തു. ഇതാണ് നമുക്ക് പൊട്ടിക്കേണ്ട സാധനം ഗൈസ്. ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഉള്ളതെല്ലാം പൊട്ടിക്കണം ഗൈസ്. ഇതുപോലെ ഓരോ സാധനങ്ങളുണ്ട് ഗൈസ്. ഒരുത്തരം നമ്മളൊരു മിസൈൽ തന്നെ കൊടുത്തു ഗൈസ്. ചെറിയൊരു ബുള്ളറ്റ് തീരുണ്ടാവാനൊക്കെ ഒരു മിസൈൽ ഫുള്ള് കൊടുത്തു ഗൈസ്. ഇവന്മാരിനി എല്ലാത്തിനും കൊല്ലണം ഗൈസ്. നല്ല ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ ഗൈസ് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇൻവിസിബിൾ ആ ഒരു സംഭവം, അതായത് നമ്മൾ പെയിൻ കില്ലർ യൂസ് ചെയ്യത്തില്ലേ, ആ ഒരു പെയിൻ കില്ലർ വർക്കാവില്ല. ഇവിടെ വരുമ്പോൾ ആ ഒരു പെയിൻ കില്ലർ വർക്കാവില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് നല്ലപോലെ ആൾക്കാരുള്ളതുകൊണ്ട് വേഗം തന്നെ നമ്മുടെ ലൈഫ് കുറയും. ശരിക്കും കളിച്ചില്ലെങ്കിൽ വേഗം തന്നെ നമ്മുടെ ലൈഫ് കുറയും. ഇതിൽ ഏത് ബിൽഡിങ്ങാന്ന് ഇതൊന്നും അല്ലേ ബിൽഡിങ്? ഇതെല്ലാം ആണോ ഗൈസ്? ഇതൊന്നും അല്ല ബിൽഡിങ്. ഇവിടെ എല്ലാം തീ പിടിച്ച് വരുന്നു ഗൈസ്. ഇതും അല്ല ബിൽഡിങ് കേട്ടോ. അതാ ബിൽഡിങ് അല്ല ഗൈസ്. അപ്പോൾ വേറെ ഏതാ ബിൽഡിങ്? ഓക്കെ ഗൈസ്, ഇവിടെ നിൽക്കുക ഗൈസ്. നമ്മുടെ ലൈഫ് ഇച്ചിരി കൂട്ടണം, അത് ശരിയാവില്ല. ഈ ഏരിയയിൽ കുറേ പേരുണ്ട്. അതാര്? ഓ, ഇവിടെ ആണോ? ഓക്കെ, 2 പേരെ കൊന്നിട്ടുണ്ട്. 3-മത്തവനെ കൊന്നിട്ടുണ്ട്. അവിടെ ആ ഭിത്തിയിലോട്ട് വെച്ച് ചേർത്തിയ. ഇവിടെ നിന്ന് ആരും കാണുന്ന പോലും ഇല്ലല്ലോ. അവൻ ഒരുത്തരം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ. ഓക്കെ, നമുക്കിങ്ങോട്ട് ഓടി പോവാം ഗൈസ്. നമുക്ക് നമ്മുടെ മിസൈൽ എടുക്കാം ഗൈസ്. മിസൈൽ എടുത്ത് ഓക്കെ, നമ്മുടെ മിഷൻ സെറ്റായിട്ടുണ്ട്. അതായത് അവർ പറയുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുത്തൻ വണ്ടി പോന്നു. എന്തായാലും ആ വണ്ടി നമുക്ക് വേണം, കാരണം നമുക്ക് കുറച്ച് ദൂരം ഓടേണ്ടി വരുമല്ലോ. പിന്നെ ഗൈസ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ മച്ചാന്മാരെ, നമുക്ക് അങ്ങോട്ട് തെറിക്കുക എന്നാൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ചെറുക്കൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്ത് ഇവനിതെവിടെ പോകുന്നു? വന്ന് വണ്ടി കയറി. ഓ, എന്തൊരു സ്ലോ മോഷൻ ഇവനീ കാണിക്കുന്നത് ഗൈസ്. ഇവൻ നല്ല സ്ലോ മോഷനൊക്കെ കളിക്കുന്നത്. എൻ്റെ പെയ്യെ അവന്മാരിപ്പോൾ അടിച്ച് വായിൽ വേഗം വെടി വെക്കും. ഇതിന് മുന്നേ അവൻ ഇന്ന് കയറിയാൽ മതിയായിരുന്നു. ഓക്കെ, വണ്ടിയിലൊക്കെ കയറി. ചെറുക്കൻ സെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു നമുക്ക് പോകാൻ.
കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ, അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓ വണ്ടി മറിഞ്ഞ കേട്ടോ, നൂർന്നു കാര്യമായി ഗൈസ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഗെയിം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പി സിയിലും നമ്മുടെ സ്പെക്കിലൊക്കെ അനുസരിച്ച് നിൽക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൊണ്ടുവരുന്നതാണ് ഗൈസ്. അവിടെ വെച്ച് ഞാൻ എന്താ കാണിച്ചെന്നൊരു പിടിയില്ല, അറിയാതെ ഞാൻ വണ്ടി എടുത്തങ്ങ് ചാടിപ്പോയി ഗൈസ്, അറിയാതെ വണ്ടി എടുത്തങ്ങ് ചാടിപ്പോയി. ഓക്കെ, ഓ ഗൈസ് ഇതെന്ത് പറ്റി? ഓ നമ്മുടെ ചെറുക്കൻ കയറിയില്ല ഗൈസ്, നമ്മുടെ ചെറുക്കൻ കയറിയില്ലായിരുന്നു, ഞാൻ അത് മറന്നുപോയി, ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. മെഷീൻ അങ്ങ് ഫെയിലായിപ്പോയി അവിടെ വെച്ച്. ഞാൻ ചായന്നിട്ട് കളിക്കണമായിരിക്കും. അതെ നമ്മുടെ ചെറുക്കൻ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഓ ഏതോ ഒരു എന്തോ ചെന്നായോ എന്തുവാണെന്നറിയത്തില്ല, കയറി അരഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പോവാം. പക്ഷെ ബൈക്കിന് വലിയ സ്പീഡില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. ഞാൻ ചോദിച്ചാൽ ബൈക്കിന് കുറച്ച് സ്പീഡ് കാണുമെന്ന്, ബൈക്കിന് വലിയ സ്പീഡൊന്നുമില്ല. ഓ നമ്മുടെ ചെറുക്കൻ കയറിയിട്ടുണ്ട്. അയ്യോ ഞാനെന്ത് ചെയ്തേ ഗൈസ്, ഞാനെന്ത് ചെയ്തേ ഇവിടെ വെച്ച് മിക്കവാറും ഞാൻ ഇച്ചിരി മുന്നേ ഇതേ സ്ഥലത്ത് വെച്ചല്ലേ ഞാൻ ചെയ്തേ ഗൈസ്. എന്ത് ഇവിടെ വെച്ച് ഞാൻ ചെയ്യുന്നത് അറിയാതെ മറ്റേ വണ്ടിയിൽ നിന്ന് ചാടുന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യാണ് ഗൈസ്, അറിയാതെ എടുത്തങ്ങ് ക്ലിക്ക് ചെയ്തു പോയി, എടുത്തങ്ങ് ചാടുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഇത്തവണ അവനെ കയറ്റി, കഴിഞ്ഞ തവണ അവനെ കയറ്റാതെ നമ്മളങ്ങ് പോയി. ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ്, അവനില്ലാത്തതുകൊണ്ടാണ് ആ മെഷീൻ അങ്ങ് ഫെയിലായിപ്പോയി. പക്ഷേ വെറുതെ അത്രയും ടൈം കളഞ്ഞല്ലോ ഗൈസ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോവാം. ഈ ബൈക്കിന് അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട് കേട്ടോ, ബൈക്കിന് അത്യാവശ്യം കണ്ടോ കൺട്രോളുണ്ട്, നമുക്ക് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കൺട്രോൾ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകത്തില്ല, പക്ഷേ ഗൈസ് മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവും കേട്ടോ. അവനും എടുത്തും കുത്തി വീണ്, നമ്മളും വീണ്. നല്ലൊരു ഹെൽമെറ്റായിരുന്നു, അതും പോയി. മച്ചമാരെ ഇവനെന്താ കയറാത്തേ? ഓക്കെ ഇവൻ കയറി, നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് നോക്കി എന്നിട്ട് കാട്ടിപ്പോയി. ഓ അതെ ഫ്രണ്ട് നോക്കി സെറ്റായി കേട്ടാ. റോഡിലെല്ലാം വെള്ളമുണ്ട്, അതുകൊണ്ട് ഓ ഇത് പക്ഷെ ഒത്തിരി വെള്ളമുള്ള പോലെ തോന്നിക്കുന്നു. റോഡിൽ അത്രയൊന്നും വെള്ളമില്ല ഗൈസ്, ചെറിയൊരു മഴയുടെ ഒരു വെള്ളമേ ഉള്ളൂ. പക്ഷെ ഫ്രണ്ട് വീല് ഫുള്ള് മുങ്ങി പോകുന്നില്ല ഗൈസ്. ഇതെന്ത് തീരാത്തേ? നമുക്ക് നല്ലൊരു ദൂരം ഓടിയായിരുന്നല്ലോ ഗൈസ്. ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ദൂരമുണ്ട്. ഇതേ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 1 മൈലാണെന്ന് തോന്നുന്നത്, 1 മൈൽ ML ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 മൈലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും എന്താ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്, ഒരു ML ആണോ MI ആണോ അത് ഗൈസ്, എന്തോ ആയിക്കോട്ടെ. 1 മൈലാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്നാണെന്ന് തോന്നുന്നു ഗെയിമിൽ ഉദ്ദേശിക്കുന്നത്. ഗെയിമിൽ 1 കിലോമീറ്റർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നമുക്കിതേ. പക്ഷേ ഇത് ഏതോ ഒരു മലയുടെ മണ്ടക്കോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതാ മല എന്താ സാധനം ഒരു പിടിയില്ല, നമുക്കെല്ലാം ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഗൈസ്. ടാറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, വേറൊരു ടാറായിട്ടുണ്ട്. ഇത് കൊള്ളാം, നല്ല ബ്രൈറ്റ് ടാറ്. അതായത് മുമ്പേ നമ്മൾ വെച്ച് കണ്ടതിനേക്കാളും നല്ലൊരു ടാറാണിത്. രസമുണ്ട് ടാറ് തന്നെ കാണാൻ ഗൈസ്. ഓ ഇതേ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, സൂപ്പർ കാർസൊക്കെ പോകുന്നുണ്ട്. ഓ ഇറക്കമായി. ഇവിടെ ചെന്ന് കൺട്രോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടി കേട്ടോ, നല്ല കൺട്രോളുണ്ട് കേട്ടോ ബൈക്കിന്. ഈ ഒരു ബൈക്കിന് നല്ല കൺട്രോളുണ്ട്, ബാക്കി ബൈക്കിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ബൈക്കിന് നല്ല കൺട്രോളുണ്ട് ഗൈസ്. ഇതേ നല്ലൊരു വളവ് തന്നെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇവിടെ എല്ലാം അടുത്തടുത്തെല്ലാം വളവാണ് ഗൈസ് ഉള്ളത്, അടുത്തടുത്തെല്ലാം വളവാണ്. ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി. പണ്ടേ റൈഡറാ, എന്ത് സീന് കണ്ടോ, ആ സ്കില്ല് കണ്ടോ ഗൈസ്. ഇവിടെ നിർത്താനാണ് അവർ പറയുന്നത്, ഇതിൻ്റെ അടുത്തായിരിക്കും ഗൈസ്. ഇവിടെ ആണോ? അതിന് അവൻ്റെ അല്ലേ ഹെൽമെറ്റ് ഇല്ലല്ലോ, പിന്നെന്താ? ഓക്കെ നമ്മളിവിടെ നിന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ സിറ്റി ഏരിയയിലോട്ട് താമസം മാറിയോ ഗൈസ്? സിറ്റി ഏരിയയിലോട്ട് താമസം മാറിയെന്ന് തോന്നുന്നു. 10 years
ഗൈസ് എന്തോ ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. ഗൈസ് നമുക്ക് ബാക്കി എന്താ എന്ന് നോക്കാം, ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വണ്ടി കയറിയിട്ടുണ്ട്. അവർ പറഞ്ഞ കസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാനാണ്, അതായത് ഇവൻ്റെ കസിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോകാനാണ് ഗൈസ്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോകാം. ഏകദേശം 2 മൈലുണ്ട്. ഈ ഇവിടെ 1 മൈൽ ഓടി വന്ന പാട് നമുക്കറിയാം. അപ്പോൾ അത്രയെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വീഡിയോ പോവാം ഗൈസ്. ഓക്കെ, കസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെങ്ങാണ്ടാണ് ഇവർ താമസിക്കുന്നത് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു മിഷനുമായിട്ട് നമ്മൾ എന്തായാലും ഇനി വരുന്നതായിരിക്കും ഗൈസ്. പുള്ളിയെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ എന്തായാലും അപ്പാർട്ട്മെൻറ്റിലായിരിക്കും ഇനി തൊട്ട് താമസിക്കുന്നത്. അപ്പോൾ ഗൈസ് അടുത്തൊരു മിഷനുമായിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.